മൂന്നാമൂർ അതിക്രമങ്ങളും ലോക്കപ്പ് കൊലപാതകങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു UDF ഭരണകാലം ആരും മറക്കാനിടയില്ല. എന്നാൽ ആ നരവേട്ടക്കാലത്തെ പോലീസിനെ ജനകീയമാക്കിയത് LDF സർക്കാർ തന്നെയാണ്. ഒന്ന് പിന്നിലോട്ട് സഞ്ചരിച്ചാൽ ഇതിനെല്ലാം ഒരു ഉത്തരം ലഭിക്കും. അതിന് ഈ കണക്കുകൾ തന്നെ ധാരാളം. UDF ഭരണത്തിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പോലീസുകാരുടെ എണ്ണം 976 എന്നാൽ ഇവരിൽ മിക്കവരെയും സംരക്ഷിച്ചു നിർത്തുകയും ശിക്ഷാ നടപടി സസ്പെൻഷനിൽ മാത്രം ഒതുക്കി തീർക്കുകയും ചെയ്തു. പിന്നീട് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതോടെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട 114 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പിരിച്ചുവിട്ടത്. കഴിഞ്ഞ വർഷം മാത്രമുള്ള കണക്കുകൾ പ്രകാരം കുറ്റക്കാരായ 323 പേരെ സസ്പെൻഡ് ചെയ്തു. 2016 മെയ് മുതൽ രജിസ്റ്റർ ചെയ്ത 504 കേസുകളിൽ പ്രതികളായ പോലീസുകാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരം മാതൃകാപരമായ പ്രവർത്തികളുടെ ഫലമായി കൂടിയാണ് കുറ്റാന്വേഷണ മികവിലും ക്രമസമാധാനത്തിലും രാജ്യത്തെ ഏറ്റവും മികച്ച സേനയായി കേരള പോലീസ് നിൽക്കുന്നത്. കൂത്തുപറമ്പ് വെടിവെപ്പ്, കേരളം കണ്ട ഏറ്റവും വലിയ പോലീസ് നരവേട്ടയായ മുത്തങ്ങ വെടിവെപ്പ് തുടങ്ങി ഇടുക്കിയിൽ കോൺഗ്രസ് പ്രവർത്തകനെ മനുഷ്യവിസർജ്യം തീറ്റിച്ചതുവരെ അതിക്രൂരതകളെല്ലാം നടമാടിയത് UDF ഭരണകാലത്താണ്. അടിയന്തരാവസ്ഥക്കാലത്തെ രാജൻ കൊലപാതകം, 3 പതിറ്റാണ്ടിനിപ്പുറം തിരുവനന്തപുരത്തെ ഉദയകുമാർ, നെയ്യാറ്റിൻകരയിലെ ശ്രീജീവ് തുടങ്ങി UDF കാലത്തെ പോലീസ് ഭീകരതയുടെ ഇരകൾ അനവധിയാണ്. കൊടും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. രാജൻ കേസ് എല്ലാം അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. നിലമ്പൂരിലെ കോൺഗ്രസ് ഓഫീസിൽ രാധ കൊല്ലപ്പെട്ടതാണ് മറ്റൊരു ഉദാഹരണം. കോൺഗ്രസ് ഓഫീസിൽ വെച്ച് രാധയെ കൊലപ്പെടുത്തി മൃതദേഹം കിണറ്റിൽ തള്ളിയിടുകയായിരുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കെയാണ് MLA ഓഫീസായി കൂടി പ്രവർത്തിച്ച സ്ഥലത്ത് നിർധന സ്ത്രീയെ അരും കൊല ചെയ്തത്. ആര്യാടന്റെ PA ആയിരുന്ന BK ബിജു, സുഹൃത്ത് ഷംസുദ്ദീൻ എന്നിവരെ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു. വസ്തുത ഇങ്ങനെയായിരിക്കെയാണ് സ്വന്തം ജീർണത മറച്ചുവെക്കാനുള്ള ശ്രമവുമായി UDFും ചില വലതുപക്ഷ മാധ്യമങ്ങളും രംഗത്ത് വരുന്നത്. കേരളത്തിൽ പോലീസ് ഭീകരതയെന്ന് മുറവിളി കൂട്ടുകയാണവർ. ഏറ്റവും അടുത്തായി പുറത്തു വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ആകെ നാണക്കേടിരിക്കുകയാണ് കോൺഗ്രസ്. മുഖം നഷ്ടപ്പെട്ടെങ്കിലും ലൈംഗിക പീഡന ആരോപണങ്ങളും അതിലുള്ള അന്വേഷണവും എല്ലാം വഴി തിരിച്ചുവിടാനാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. പോലീസിനെ ജനസൗഹൃദ സേനയാക്കാനുള്ള പരിശ്രമങ്ങൾ തുടരുകയാണ് പിണറായി സർക്കാർ. എന്നാൽ ഇതിൽ വിറളി പിടിച്ച ചിലർ സേനയുടെ അന്തസ്സിന് കോട്ടം വരുത്താൻ നിരന്തരം നുണക്കഥകൾ മെനയുകയാണ്. ദേശീയ തലത്തിലടക്കം നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്ത കേരള പോലീസിന്റെ പ്രതിച്ഛായ തകർക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ആവില്ല.